ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്ന ആരും പറയാൻ കാണിക്കാത്ത കാര്യങ്ങൾ വീണ്ടും നട്ടല്ലോടെ ചങ്കൂറ്റത്തോടെ പറഞ്ഞിരിക്കുകയാണ് അനുമോള്. ഇന്നത്തെ അനുമോളുടെ നോമിനേഷൻ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ്. ഈ സീസണിൽ അനുമോള് നോമിനേറ്റ് ചെയ്തതിലും ഏറ്റവും ബെസ്റ്റാണ്. ഈ സീസണിൽ മൊത്തം കണ്ടസ്റ്റൻസിന്റെ ടോട്ടൽ നോമിനേഷനിൽ ഏറ്റവും മികച്ച നോമിനേഷൻസിൽ ഒന്നും ഇന്നത്തെ അനുമോളുടെ നോമിനേഷനാണ്. വാലിഡ് പോയിന്റ്സ്, നല്ല ഒന്നാന്തരം പോയിന്റുകൾ ഒന്നിനു മീതെ ഒന്നായിട്ട് എടുത്ത് പെറുക്കി വെച്ചുകൊണ്ടുള്ള ഒരു നോമിനേഷനാണ് ഇന്ന് അനു നടത്തിയത്. അനുവിന്റെ ആദ്യത്തെ നോമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെവിനായിരുന്നു. അതായത് ഫുഡ് തട്ടിത്തെറിപ്പിച്ച കേസ് തൊട്ട് അനു തുടങ്ങുകയാണ്. അതായത് ഭക്ഷണം അവന് കഴിക്കണമെന്നും ആയിരുന്നില്ല, ഞാൻ കഴിക്കരുത് എന്ന ഉദ്ദേശത്തോടെ അവനത് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചു. എന്നെ ആ ബെഡിന്റെ മുകളിലൂടെ എല്ലാം അവിടെ ഇട്ട് ഓടിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ പെർഫ്യൂംസ് എല്ലാം തന്നെ അവനെടുത്ത് പുറത്ത് കൊണ്ടുപോയി കളയുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അവനിവിടെ ഗുണ്ടായിസമാണ് കാണിച്ചത് എന്ന് ഒരു സംശയവുമില്ലാതെ അനുമോൾ ഇന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അവനിവിടെ എന്ത് തോന്നിവാസവും കാണിക്കാം, കാരണം ബിഗ് ബോസ് അവനെ വഴക്ക് പറയില്ല. നോട്ട് ദ പോയിന്റ്. ബിഗ് ബോസ് അവനെ വഴക്ക് പറയില്ല. മാത്രമല്ല, ഫാമിലിയൊക്കെ വന്ന സമയത്ത്, പുറത്തുനിന്ന് ആൾക്കാർ വന്ന സമയത്ത് അവന് പുറത്ത് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തു. അതോടുകൂടി അവൻ എന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണയാണ്. എന്ത് വേണോ കാണിക്കാമെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവന് കിട്ടിക്കഴിഞ്ഞു. ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ ലാലേട്ടൻ വരെ അവനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും എന്തും പറയാമെന്നുള്ളൊരു വിചാരം അവനുണ്ട്. ഇവിടെ പലർക്കും ചിലപ്പോൾ അതൊരു പ്രശ്നമായി തോന്നില്ല, പക്ഷെ എനിക്ക് അതൊരു പ്രശ്നമായി തോന്നുന്നുണ്ട് ബിഗ് ബോസ് എന്നാണ് ആദ്യത്തെ നോമിനേഷനിൽ അനുമോൾ പറഞ്ഞത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും ആൾക്കാർ കാണുന്ന വിധത്തിൽ തന്നെ ജീവിക്കണമെന്നും അനുമോൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ നന്മമരമാകേണ്ട കാര്യമില്ല, എല്ലാം നല്ലതാണെന്ന് കാണിക്കണ്ട. നമ്മൾ എന്താണെന്ന് ആൾക്കാർ അറിയണം. നമ്മുടെ മോശമായ വശവും അറിയണം, നല്ല വശങ്ങളും അറിയണം. നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും ആളുകൾ കാണണം എന്ന് അനു പറയുന്നുണ്ട്. രണ്ടാമത് അനു പറഞ്ഞത് അക്ബറിനെയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഒട്ടും ശ്രദ്ധിക്കാതെ, അവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ, അവർക്ക് വേദനിക്കുമോ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിക്കാതെയാണ് അക്ബർ ഇവിടെ ഗെയിം കളിക്കുന്നത്. ജയിക്കാൻ വേണ്ടിയിട്ട് അക്ബർ അങ്ങനെ എന്തും ചെയ്യാൻ മടി കാണിക്കില്ല. മാത്രമല്ല, പുറത്ത് നല്ല പിടിപാടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അക്ബർ പുറത്ത് ഒരിക്കലും പോകില്ല എന്ന് ഇവിടെ പലരിടത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളിക്ക് പുറത്ത് നല്ല പിടിപാടാണ് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് ഒരിക്കലും ഇവിടെ നിന്ന് പോകില്ല എന്ന ഉറപ്പുണ്ട് എന്നും അനുമോൾ പറയുന്നുണ്ട്. മാത്രമല്ല, നെവിനെക്കുറിച്ച് നെവിന് രണ്ട് മുഖങ്ങളുണ്ട് എന്നും കൂടി അനുമോൾ പറയുന്നുണ്ട്. ഞാനിന്ന് നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവൻ എൻ്റെ അടുത്ത് മിണ്ടാനൊക്കെ വന്നത് എന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്നും അനുമോൾ പറഞ്ഞു. അതായത് ഇന്ന് അനുമോൾ പറഞ്ഞ ഏറെക്കുറെ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നെവിൻ എന്ത് ചെയ്താലും അതിനൊരു തമാശയായിട്ടേ കാണത്തുള്ളൂ. ഇപ്പം വീക്കെൻഡ് എപ്പിസോഡുകളിലായാലും നെവിൻ മോഷ്ടിച്ചാൽ അതൊരു തമാശ, നെവിൻ ആരെങ്കിലും എന്തെങ്കിലും വൃത്തികെട്ട സ്ത്രീയെ, മറ്റവളെ, മറച്ചവളെ എന്നൊക്കെ വിളിച്ചാൽ അതൊരു തമാശ. നെവിൻ എന്ത് ചെയ്താലും അതിനെ ബിഗ് ബോസും വീക്കെൻഡ് എപ്പിസോഡിലുമൊക്കെ അതൊരു ഫണ്ണായിട്ടാണ് കാണുന്നത്. അത് ഒരു ഗെയിമാണ്. എനിക്ക് നന്നായിട്ട് ഈ ഗെയിം അറിയാം. ഞാൻ അതുകൊണ്ട് ബിഗ് ബോസിനെ, ലാലേട്ടനെ ഒരിക്കലും ഞാൻ തെറ്റായിട്ട് പറയില്ല കേട്ടോ. കാരണം ഇത് അവരുടെ ഒരു ഗെയിമാണ്. ഈ ഗെയിമിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ബിഗ് ബോസും ലാലേട്ടനും നെവിനെ വഴക്ക് പറയാതിരുന്നാൽ, നെവിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതിരുന്നാൽ നെവിന് പുറത്തത് ഭയങ്കര പോസിറ്റീവായിട്ട് മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ ഒരു ധാരണ എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റ് കണ്ടസ്റ്റൻസിന് ഗുണമാണ് ആയിട്ടുള്ളത്. ഇപ്പൊ അനീഷിനും അനുമോൾക്കും ഷാനവാസിനും വരെ അത് ഗുണം ചെയ്തിട്ടുണ്ട്. നെവിനും അതുപോലെ അക്ബറിനും ആര്യനും ഒക്കെ സാധാരണ കാര്യമായിട്ടൊന്നും വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടാത്തത് കൊണ്ട് ഓഡിയൻസിന്റെ സപ്പോർട്ട് കൂടുതൽ പോകുന്നത് ഈ അനുമോൾക്കും അല്ലെങ്കിൽ അനീഷിനും ഒക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഗെയിമിൽ ആക്ച്വലായിട്ട് ശരിക്കും ബിഗ് ബോസിനും ലാലേട്ടൻ ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ വന്ന് ഇവരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ആ ഒരു സെന്റിമെന്റ്സ് കയറിയിട്ട് ഇവർക്ക് സപ്പോർട്ട് കൂടും. പക്ഷേ അനുമോളുടെ പെർസ്പെക്റ്റീവിൽ അതിനകത്ത് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അനുമോൾക്കാണ്. ഇപ്പൊ അനുമോൾ നോക്കുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡുകളിൽ, മിക്ക വീക്കെൻഡ് എപ്പിസോഡുകളിലും കരയാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. ലാലേട്ടൻ പോയിട്ടെങ്കിലും പോയിരുന്ന് കരയേണ്ടി വരും. ലാലേട്ടൻ്റെ അടുത്തുനിന്ന് നല്ലപോലെ കിട്ടുന്നുണ്ട്. ഏറ്റവും അധികം അവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന അനുമോളാണ്. ബിഗ് ബോസിന്റെ അടുത്തുനിന്ന് ഒരു കൺസിഡറേഷനും കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു ഷോയ്ക്കകത്ത് അതിജീവനം എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ഹാർഡായിട്ട് അതിജീവിക്കുന്നവരിൽ ഒരാൾ അനുമോളാണ്. വിരളിലുണ്ടാവുന്നവരെ അങ്ങനെ ഉള്ളൂ. അത് ഏറ്റവും അധികം പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് അനുമോൾക്കാണ്. പലതും അനുമോൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ്, അത് വേറെ കാര്യം. അനുമോൾ പുണ്യാളത്തെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അതിനകത്ത് പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് അനുമോൾക്കാണ്. അതേസമയത്ത് നെവിനൊക്കെ ഒരു എന്താ പറയുക, റിസോർട്ടിൽ കറങ്ങാൻ വന്നൊരു മൈൻഡിൽ ഭയങ്കര വൈബായിട്ട് കറങ്ങി നടക്കാൻ, ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ആരും ചോദ്യം ചെയ്യത്തില്ല. പുള്ളിയൊക്കെ ഭയങ്കര ചില്ലാണ്. സോ അനുമോൾ ഇന്ന് പോയിന്റ് ഔട്ട് ചെയ്ത ഓരോ കാര്യങ്ങളും കറക്റ്റാണ്. അക്ബറിന്റെ കോൺഫിഡൻസിനെ കുറിച്ച് ആ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. അക്ബറിന് പുറത്ത് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. സോ അനുമോളുടെ പെർസ്പെക്റ്റീവിൽ അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് നോമിനേഷനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോൾ ഈ സീസണിൽ ഏറ്റവും നല്ല നോമിനേഷൻസിൽ ഒന്ന് തന്നെയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.